ഹായ് എവരി വൺ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫൗണ്ടേഷൻ 9th ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിയും കുട്ടിയുടെ പാരൻസുമാണ്. അപ്പോൾ അവർ ജസ്റ്റ് ക്യാമ്പസ് ഒന്ന് കാണാനും ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ മോളുടെ പേര്? അൻവി. അൻവി. എത്രയിലെ മോൾ പഠിക്കുന്നത്? 9th. എവിടെ മോളുടെ വീടൊക്കെ? ബാംഗ്ലൂർ. ഓക്കെ. അപ്പോൾ ഇവിടെ ബ്രില്യൻറ്റ് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായി? 1 year ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അൻവി 1 year ആയിട്ട് നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ ആ ഒരു ജേർണി 1 yearലുള്ള? Brilliance foundation course has helped me with my academic as well as competitive exams like IOQM, NSJ or SOF. It also provided an in-depth knowledge about the subject. I was able to balance both of the school as well as the foundation course. I used to listen to their classes evening for 1 hour. They also have weekly exams. ഓക്കെ. അപ്പോൾ മോളുടെ ആ ഒരു സ്കൂൾ ടൈമും പിന്നെ നമ്മുടെ ഇവിടുത്തെ കോഴ്സും ഉണ്ടല്ലോ, അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് മോൾ മാനേജ് ചെയ്യുന്നത്? I usually listen to their class for 1 hour in the evening, and weekly exams I write by evening as it's just 1 hour, but the model test is 2 hours. Same, I'll write it evening. But then I'll spend 1 hour for revising all this. That's ഓക്കെ. നമ്മുടെ ഇവിടെ വീക്ക്ലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ പറ്റിയുള്ള മോളുടെ അഭിപ്രായം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? സ്കൂൾ ടൈം വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം? weekly exams, it helped me a lot to increase like my speed. I got a lot of set of questions which helped me practice for academic, and they also provide extra questions in a PDF form that also help. Tuition classes are also available, that also helped me. ഓക്കെ. ഇവിടെ അൻവിയുടെ കൂടെ അൻവിയുടെ പാരൻസും നമ്മുടെ സെൻറ്റർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് പ്രിയ, ഇതെൻ്റെ ഹസ്ബൻഡ് അരുൺ. നമ്മൾ രണ്ടുപേരും എൻജിനീയറായി വർക്ക് ചെയ്യുന്നു. ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ഓക്കെ. അപ്പോൾ അൻവിയെ പോലെ തന്നെ പാരൻസും ഇപ്പോൾ 1 year ആയിട്ട് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഫാമിലിയിൽ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മോളുടെ ഒരു ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഈ കോഴ്സിനെ പറ്റിയിട്ടും അവളുടെ സ്കൂൾ ഇതിനെ പറ്റിയിട്ടൊക്കെ എന്താണ് സംസാരിക്കുന്നത്? ബ്രില്യൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അവളുടെ അക്കാഡമിക് വെച്ച് നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് വൈസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും ടീച്ചേഴ്സ് ആയാലും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. എവറിത്തിങ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് സ്ട്രക്ചേർഡ് ആണ്. അപ്പം അത് ബേസിക്കലി ഒരു കുട്ടിയെ സംബന്ധിച്ച് ഫ്യൂച്ചറിലേക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഈസി വേ ആണ്. അതാണ് ബ്രില്യൻറ്റിൻ്റെ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇനിഷ്യലി രണ്ടും കൂടെ കോപ്പപ്പ് ചെയ്ത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സ്കൂളിലെ ക്ലാസ്സസും. പിന്നീട് അത് രണ്ടും കൂടെ ഇപ്പോൾ മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്നു എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പാരൻസ് നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. ഓക്കെ. ഇപ്പോൾ അൻവി ഇവിടെ ഓൺലൈനായിട്ടാണല്ലോ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 year ആയിട്ട് ഓൺലൈൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മോക്കുണ്ടായ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് സാറിന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓൺലൈനിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ആൾവേസ് അവൈലബിൾ. ഒരു ക്ലാസ് റിപ്പീറ്റഡ്ലി കാണണമെങ്കിലോ ഒരു എക്സാം സമയത്ത് അതൊന്ന് റിവൈസ് ചെയ്യണമെങ്കിലോ നോർമലി ബാംഗ്ലൂർ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു പോസിബിൾ കാര്യമല്ല. പക്ഷേ ഓൺലൈൻ ആൾവേസ് അവൈലബിൾ ആയതുകൊണ്ട് കുട്ടിക്ക് ഏത് സമയത്ത് ആക്സസിബിൾ ആയതുകൊണ്ടും അത് ഒരു വളരെ യൂസ്ഫുൾ ആയ ഒരു ടൂളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അൻവിക്കും ഓൾറെഡി ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയൊക്കെയായിരുന്നു അൻവിയുടെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എന്നുള്ള കാര്യം. മാമിന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അൻവിയുടെ മെൻറ്ററായിട്ട് വന്നത് അശ്വതി മാം ആയിരുന്നു. ഏത് സമയത്ത് എപ്പോൾ വിളിച്ചാലും മാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണോ അവൾ പഠിത്തത്തിലേക്ക് പുറകോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് മാർക്ക് കുറയുന്നു, അപ്പം കുട്ടിയെ വിളിച്ച് സംസാരിക്കാനും കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് അഡ്രസ്സ് ചെയ്യാനും വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്പൺ അപ്പ് ആവുന്നത് അവരുടെ അധ്യാപകരോട് തന്നെയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അശ്വതി മാം അവളെ വിളിച്ച് സംസാരിക്കാറുണ്ട്. നമുക്ക് അതുപോലെ തന്നെ വേണ്ട അഡ്വൈസസ് മാമിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഷീ ഈസ് വെരി ഗുഡ്. ഇപ്പോൾ അൻവിയുടെ ക്ലാസ് ടീച്ചറിനെ പറ്റി നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അശ്വതി മാമിനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം അൻവിയുടെ പെർഫോമൻസും അവളുടെ അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. മാമിൻ, അൻവി നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കഴിഞ്ഞ ഒരു ഏപ്രിൽ മാസം മുതൽ എൻ്റെ ബാച്ചിൽ ഉണ്ടായിരുന്ന ആളാണ്.
എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് വിളിച്ച് സംസാരിക്കാനും അറിയിച്ചിട്ട് സ്കൂളിലെ കാര്യങ്ങളാണെങ്കിൽ പോലും സംസാരിക്കാനുള്ള ഒരു ഇഷ്ടം നമ്മളോട് കാണിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ എക്സാംസ് കാര്യങ്ങളെല്ലാം വീക്ക്ലി അറ്റൻഡ് ചെയ്യാതെ വരുന്ന സമയത്ത് നമ്മളെ അത് നേരത്തെ തന്നെ ഇൻഫോം ചെയ്യുകയും അതുപോലെ സ്കൂളിലെ ആക്ടിവിറ്റീസായിട്ട് പുറത്തൊക്കെ പോവുകയാണേലും നേരത്തെ തന്നെ നമ്മളോട് പറയുകയും എക്സാംസൊക്കെ സ്കൂളിലെ കഴിഞ്ഞ് കഴിയുമ്പം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയച്ചു തരാറുണ്ട്. എക്സാംസൊക്കെ എങ്ങനെയാണെന്ന് നമ്മളോട് പറയാറുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പം മുന്നോട്ടും അങ്ങനെ തന്നെ നമ്മുടെ കൂടെ പഠിച്ച് മിടുക്കിയായിട്ട് വരണം. അപ്പോൾ നമ്മൾ അൻവിയുടെ വിശേഷങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. അപ്പോൾ മോളെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ബ്രില്യൻറ്റിൽ വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ്? The campus was big and it was nice. I also met Pradeep sir, the coordinator. He also motivated me a lot and I wish to continue my journey with Brilliant to achieve my dreams. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അൻവിയും അൻവിയുടെ ഫാമിലിയുമായിരുന്നു. അപ്പോൾ മോളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടു. അപ്പോൾ ഇനിയും തുടർന്ന് അങ്ങോട്ടും ബ്രില്ലിൻ്റെ കൂടെ ഒപ്പം തന്നെ നിന്ന് മോളുടെ സ്റ്റഡീസൊക്കെ അല്ലെങ്കിൽ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.